ഹായ് ഓൾ ആൻഡ് വെൽക്കം ടു ദി ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബെന്യാമിൻ്റെ ഗോഡ് ഡേയ്സ് ആണ്. ബെന്യാമിൻ്റെ ഒറിജിനൽ നെയിം ബെന്നി ഡാനിയൽ എന്നാണ്. അദ്ദേഹം ഒരു ഇന്ത്യൻ റൈറ്റർ ആണ്, ബേസ്ഡ് ഓൺ കേരള. അദ്ദേഹത്തിൻ്റെ നോവലായിട്ടുള്ള ഗോഡ് ഡേയ്സിന് അദ്ദേഹത്തിന് അബുദാബി ശക്തി അവാർഡ്, അതുപോലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ്, JCB പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നോവൽസിലുള്ള തീംസ് മൈഗ്രേഷൻ, ഐഡൻറ്റിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ്, അതുപോലെ സെർച്ച് ഫോർ ബിലോങ്ങിങ് ഒക്കെയാണ്. നമ്മുടെ ഈ നോവലിൽ ഉള്ള പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത് നജീബാണ്. അതുപോലെ നജീബിൻ്റെ കൂടെ ഒരു യങ് മാൻ ഉണ്ട്, ഹക്കീം. അതുപോലെ ഒരു അർബാബ് എന്നൊരു ക്യാരക്ടറുണ്ട്. ഈ നജീബിൻ്റെ വൈഫായിട്ടുള്ള സൈനും ഉണ്ട്. അതുപോലെ ഇവർ മീറ്റ് ചെയ്യുന്ന ഇബ്രാഹിം ഖാദിരി എന്ന് പറയുന്ന ഒരാളുമുണ്ട്. ബെന്യാമിൻ്റെ ആടുജീവിതമാണ് ഗോഡ് ഡേയ്സ് എന്ന് പറയുന്നത്. ഈ ഒരു നോവൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഗൾഫ് മൈഗ്രൻ്റ് എക്സ്പീരിയൻസിൻ്റെ ബാക്ക്ഡ്രോപ്പിലാണ്. ഈ ഒരു നോവൽ ആദ്യമായി പബ്ലിഷ് ചെയ്തത് മലയാളത്തിലാണ്, 2008. ഈ ഒരു നോവൽ ഭയങ്കര സക്സസ് ആയപ്പോഴത്തേക്കും മൾട്ടിപ്പിൾ ലാംഗ്വേജസിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. നജീബ് മുഹമ്മദ് എന്ന് പറയുന്ന ആളുടെ ലൈഫാണ് ഇതിൽ പറയുന്നത്. അദ്ദേഹം കേരളത്തിൽ നിന്നും സൗദിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു. നല്ലൊരു ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം ഒരു റെപ്രസെൻറ്റേറ്റീവ് ഓഫ് മോഡേൺ സ്ലേവറി ആയിട്ട് മാറുന്നു. മിഡിൽ ഈസ്റ്റിലോട്ട് പോകുന്ന മൈഗ്രൻ്റ് വർക്കേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു ബ്രൂട്ടൽ കണ്ടീഷൻസാണ് ഈ ഒരു വർക്കിൽ പറയുന്നത്. നജീബ് എന്ന് പറയുന്നത് കേരളത്തിലുള്ളൊരു ചെറിയ ഗ്രാമത്തിലെ ഒരു ഓർഡിനറി മാനാണ്. അദ്ദേഹത്തിൻ്റെ പോവേർട്ടിയിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയാണ് അദ്ദേഹം ഗൾഫിലോട്ട് പോകുന്നത്. ആ സമയത്ത് ഒരു ട്രെൻഡായിരുന്നു കേരളത്തിൽ യങ് ആയിട്ടുള്ള ആണുങ്ങളെല്ലാം ഇങ്ങനെ ഗൾഫിലോട്ട് പോകുന്നത്. കാരണം അവിടെ പോയി അവിടെ നിന്ന് കുറച്ച് പൈസ സമ്പാദിച്ച് ഒരു ബെറ്റർ ഫ്യൂച്ചർ കിട്ടും എന്നുള്ളൊരു കാര്യത്തിലാണ് അവർ പോകുന്നത്. ഈ നജീബ് പോകുന്ന സമയത്ത് നജീബിൻ്റെ വൈഫായിട്ടുള്ള സൈനു പ്രഗ്നൻ്റ് ആയിരുന്നു. അതിനുശേഷം ഈ കുഞ്ഞൊക്കെ ജനിക്കുമ്പോൾ ഒരു കംഫർട്ടബിൾ ലൈഫ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി മണി ഏൺ ചെയ്യണം എന്ന് പറഞ്ഞാണ് നജീബ് പോകുന്നത്. ഈ നജീബിൻ്റെ ജേണി എന്ന് പറയുന്നത് ഭയങ്കര ഹോപ്പും ആൻറ്റിസിപ്പേഷനൊക്കെ ആയിട്ടാണ് പോകുന്നത്. പക്ഷേ അവിടെ എത്തുമ്പോഴത്തേക്ക് ആ ഡ്രീംസ് കംപ്ലീറ്റ്ലി ഷാറ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. റിയാദിൽ എത്തുമ്പോഴത്തേക്ക് നജീബും ഫ്രണ്ട് ഹക്കീമും കൂടെ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു അർബാബ് വന്ന് വിളിച്ചിട്ട് പോകും. അവസാനം ഇവർ രണ്ടുപേരും രണ്ട് സ്ഥലത്താവും. ഈ നജീബും എന്ന് പറയുന്നതും ഈ ഒരു സൗദി അറേബ്യയിലെ ഡെസേർട്ട്സിലാണ് ജീവിക്കേണ്ടി വരുന്നത്. ഈ അർബാബിൻ്റെ കീഴിലുള്ള നജീബിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡ്ഷിപ്പും സഫറിങ്ങും ഒക്കെ ഉള്ളതായിരുന്നു. അതുപോലെ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ അബ്യൂസൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു. ഒരു കൈൻഡ് ഓഫ് ഐസൊലേഷനിലും അതുപോലെ ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് പോലും കിട്ടാണ്ടാണ് ജീവിച്ചിരുന്നത്. നജീബിൻ്റെ ഡെയിലി റൂട്ടീൻ എന്ന് പറയുന്നത് ഗോട്ടുമായിട്ട് ഗോട്ടിൻ്റെ കൂടെ ആയിരുന്നു ജീവിതം കംപ്ലീറ്റ്. അത്രയും ആ ഒരു ടെമ്പറേച്ചറിലും അതുപോലെ ആ ഒരു ക്രൂവൽ മാസ്റ്ററിൻ്റെ കീഴിലുമാണ് അവിടെ വർക്ക് ചെയ്തിരുന്നത്. ഫുഡോ വെള്ളമോ നേരെ കൊടുത്തിട്ടില്ല. നല്ലൊരു ഷെൽട്ടർ പോലും ഇല്ലായിരുന്നു ആ ഒരു വാസ്റ്റ് ഡെസേർട്ടിൻ്റെ അകത്ത്. അവിടുത്തെ നജീബിൻ്റെ ഏകമുള്ള കമ്പാനിയൻസ് എന്ന് പറഞ്ഞാൽ ഗോഡ്സ് മാത്രമായിരുന്നു. ഗോഡ്സുമായിട്ടൊരു കൈൻഡ് ഓഫ് ബോണ്ട് വരുന്നു. അതുപോലെ നജീബിനെയും സ്വന്തമായിട്ട് ഒരു ഗോട്ടായിട്ടാണ് നജീബ് കൺസിഡർ ചെയ്യുന്നത്. അദ്ദേഹം ഒരു കൈൻഡ് ഓഫ് അനിമലിസ്റ്റിക് എക്സിസ്റ്റൻസിലോട്ട് പോയി എന്നാണ് പറയുന്നത്. അവിടുത്തെ ആ ഒരു ഗോഡ്സ് മാത്രമാണ് ഒരു കൈൻഡ് ഓഫ് കമ്പാനിയൻഷിപ്പ് നമ്മുടെ നജീബിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ലോസ് ഓഫ് ഹ്യൂമാനിറ്റി, ഐഡൻറ്റിറ്റി നമുക്ക് കാണാൻ പറ്റും. ആ ഒരു കംപ്ലീറ്റ് ആ ഒരു മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തൊക്കെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതുപോലെ നജീബ് എപ്പോഴും ആലോചിക്കുന്നത് നജീബിൻ്റെ വൈഫിനെ പറ്റിയും അതുപോലെ അദ്ദേഹത്തിന് കാണാൻ പറ്റാതെ പോയ ഒരു കുട്ടിയെ പറ്റിയാണ് ആലോചിക്കുന്നത്. ഇത്രയും കഷ്ടപ്പാടിലാണെങ്കിൽ പോലും നജീബ് രക്ഷപ്പെടാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഈ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പം ഈ അർബാബ് പോയി തിരിച്ച് വിളിച്ചിട്ട് വരും, തിരിച്ച് പിടിച്ചുകൊണ്ട് വന്ന് ബ്രൂട്ടൽ പണിഷ്മെൻ്റൊക്കെ കൊടുക്കും. അദ്ദേഹം ജീവിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് പ്രിസണാണ്. ഒരു ഡെസേർട്ട് ഒരു പ്രിസണായിട്ട് മാറുകയും ആ ഒരു സ്ഥലത്ത് നിന്ന് ഇനി എസ്കേപ്പ് ഇല്ല എന്ന് ഉള്ളൊരു രീതി ആവുകയും ചെയ്യുന്നു. ആ സമയത്താണ് ഇബ്രാഹിമുമായിട്ട് പരിചയപ്പെടുന്നത്. ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ നജീബിനേക്കാളും ഒരുപാട് കാലങ്ങൾ മുന്നേ ഡെസേർട്ടിൽ ജീവിക്കുന്ന ആളാണ്. ഹി ലോസ്റ്റ് ഓൾ ഹിസ് ഹോപ്പ് ഓഫ് എസ്കേപ്പ്. ഇവർ രണ്ടുപേരും കൂടെ ബോണ്ട് ഫോം ചെയ്തിട്ട് അവർ ഫ്രീഡം കിട്ടും എന്നാണ് വിചാരിക്കുന്നത്. അവർ ആ ഒരു ഫുഡും വാട്ടറും ഒക്കെ ഗ്യാദർ ചെയ്തിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ഈ അർബാബൊക്കെ ഏതൊരു കല്യാണത്തിന് പോകുമ്പോഴാണ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. അത് കഴിഞ്ഞിട്ട്
സോ അവരുടെ ആ ഒരു ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്ട്രെങ്ത് കാരണമാണ് ആ ഒരു അത്രയും വലിയ ടെമ്പറേച്ചറിൽ അവർ അവിടെ പിടിച്ച് നിൽക്കുന്നത്. സോ നജീബ് ആ ഒരു ഫ്രീഡം കിട്ടണം എന്ന് വിചാരിക്കുന്ന ആ ഒരു വൈഫിനെയും ആ ഒരു അൺബോൺ ചൈൽഡിനെയും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഫൈനലി നജീബ് ഒരു ക്യാമ്പിലോട്ട് എത്തപ്പെടുന്നു. സോ അവിടെ നിന്ന് ഇന്ത്യൻ എംബസിയിലോട്ട് നജീബിനെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. സോ ഫൈനലി രക്ഷപ്പെടുന്നുണ്ടെങ്കിലും ആ ഒരു ട്രോമ സ്റ്റിൽ കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. സോ ആ ഒരു നജീബിൻ്റെ കേരളയിലോട്ടുള്ള റിട്ടേൺ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് സെൻസ് ഓഫ് റിലീഫാണ്, പക്ഷേ ഒരു ഡീപ്പ് സെൻസ് ഓഫ് ലോസും കൂടെയാണ്. സോ ഒരു ഫാമിലിയായിട്ട് റീയുണൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിനെ ഒരുപാട് മാറ്റിയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ബെറ്റർ ലൈഫ് എന്ന് പറയുന്ന ഒരു ഡ്രീം കംപ്ലീറ്റ്ലി ഷാറ്റർ ആയിട്ട് ആ ഒരു റിയാലിറ്റീസ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട്. സോ ഈ ഒരു നോവൽ എന്ന് പറഞ്ഞാൽ ഹൈലി റിയലിസ്റ്റിക് ആണ്. അതുപോലെ ആ ഒരു ഇമോഷണൽ ഡെപ്തും ആ ഒരു മൈഗ്രൻ്റ് വർക്കേഴ്സിനെ എങ്ങനെയാണ് ഗൾഫിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് എന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സോ ഇതിൽ കുറച്ച് തീംസ് വരുന്നുണ്ട്. എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് മോഡേൺ സ്ലേവറി. സോ മൈഗ്രൻ്റ് വർക്കേഴ്സിൻ്റെ എക്സ്പ്ലോയിറ്റേഷനാണ് ഇതിൽ പറയുന്നത് ഗൾഫ് കൺട്രീസിൽ. നജീബ് എന്ന് പറയുന്നത് ആ ഒരു മോഡേൺ സ്ലേവറിയുടെ ഒരു സ്റ്റാർക്ക് പോർട്രയലാണ്, അല്ലെങ്കിൽ ഒരു എപ്പിറ്റമായിട്ട് കൺസിഡർ ചെയ്യാം. ആ ഒരു സ്ലേവറിയുടെ ബേസിസിൽ ഇൻഡിവിജ്വൽസിനെ വെറും കമ്മോഡിറ്റീസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അവർക്ക് റൈറ്റ്സ് ഒന്നും കൊടുക്കുന്നില്ല. ഇൻ ഹ്യൂമൻ കണ്ടീഷൻസിലാണ് അവരവിടെ വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഐസൊലേഷൻ ആൻഡ് ഏലിയനേഷൻ. വേറെ മനുഷ്യരെയൊന്നും അവിടെ കാണുന്നില്ല. അവർ കംപ്ലീറ്റ് ഒരു ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ഐസൊലേഷനും ഏലിയനേഷനുമാണ് പറയുന്നത്. സോ ഒരു മനുഷ്യ മനസ്സിൽ തന്നെ വരുന്ന ഒരു കൈൻഡ് ഓഫ് ഐസൊലേഷൻ ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പിന്നെ സർവൈവൽ ആൻഡ് റെസീലിയൻസ്. സോ ഇത്രയും ടഫായിട്ടുള്ളൊരു കണ്ടീഷനിൽ നമ്മുടെ നജീബ് സർവൈവ് ചെയ്തു. ആൻഡ് ഓൾസോ അദ്ദേഹം അതിൽ നിന്നും തിരിച്ചു വന്നു. ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ ഡീഹ്യൂമനൈസിങ് ഇഫക്ട്സ് ഓഫ് ലേബർ. അദ്ദേഹം ഒരു കൈൻഡ് ഓഫ് അനിമലിസ്റ്റിക് എക്സിസ്റ്റൻസിലോട്ട് പോയ കാര്യം പറയുന്നുണ്ട്. അതുപോലെ ബോണ്ടിങ് വിത്ത് അനിമൽസ്. സോ ഈ ഗോഡ് ഡേയ്സിൽ വരുന്നത് സിഗ്നിഫിക്കൻറ്റ് തീം തന്നെയാണ്. കാരണം നജീബ് ഏറ്റവും കൂടുതൽ വലിയ ബോണ്ട് ഫോം ചെയ്യുന്നത് ഗോഡ്സുമായിട്ടാണ്. സോ ഗോഡ്സ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സോഴ്സ് ഓഫ് കംഫോർട്ടും കണക്ഷനും കൊടുക്കുന്നത്. അതുപോലെ ദ ഇല്യൂഷൻ ഓഫ് ഗൾഫ് ഡ്രീം. സോ ഈ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നവർക്ക് ഒരു പ്രോസ്പറസ് ആയിട്ടുള്ള ബെറ്റർ ലൈഫ് കിട്ടും എന്ന് പറയുന്നൊരു കാര്യം പറയുന്നുണ്ട്. പക്ഷേ ഇതിന് നടുക്ക് നിൽക്കുന്ന ആൾക്കാർ ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നല്ല രീതിക്കുള്ള ജോലിയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഡെസേർട്ടിൽ പോയി ജീവിക്കേണ്ടി വരുന്ന കണ്ടീഷനാണ് വരുന്നത്. അതുപോലെ ഐഡൻറ്റിറ്റി ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. സോ അത്രയും ആ ഒരു ഹാഷ് കണ്ടീഷനിൽ ജീവിച്ച് അവസാനം സ്വന്തം ഐഡൻറ്റിറ്റി എന്താണെന്ന് പോലും നജീബിന് മനസ്സിലാവാത്ത ആ ഒരു കണ്ടീഷൻ വരെ എത്തുന്നുണ്ട്. അതുപോലെ ഹോപ്പ് ആൻഡ് ഡിസ്പയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു റിക്കറിങ് തീമാണ്. സോ ഇത്രയും ഒരു ഡിസ്പയറിൽ ജീവിക്കുമ്പോൾ പോലും ആ ഒരു എസ്കേപ്പ് ആവുന്ന ഒരു പോസിബിലിറ്റിയെ പറ്റി ചിന്തിക്കുകയും അതുപോലെ ആ ഒരു ഫാമിലിയുടെ മെമ്മറീസ് വരുമ്പോഴത്തേക്ക് സ്റ്റിൽ അദ്ദേഹത്തിന് ഹോപ്പുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സർവൈവ് ചെയ്യണം എന്നുള്ളൊരു തോട്ടും വരുന്നുണ്ട്. അതുപോലെ കൾച്ചറൽ ക്ലാഷ് ആൻഡ് മിസ്കമ്മ്യൂണിക്കേഷൻ. സോ കേരളയിലെ കൾച്ചറല്ല പുറം രാജ്യങ്ങളിലുള്ള കൾച്ചർ. അതുപോലെ ലാംഗ്വേജിലും ഡിഫറൻസ് ഉണ്ട്. സോ അർബാബ് പറയുന്നതും അതുപോലെ നജീബ് പറയുന്നതും തമ്മിൽ അവർക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് തന്നെ അർബാബിന് വളരെ ഈസി ആയിട്ട് നജീബിനെ കൺട്രോൾ ചെയ്യാനും ജോലി ചെയ്യിപ്പിക്കാനും പറ്റും. അതുപോലെ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. സോ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സിനെ സോഷ്യൽ ജസ്റ്റിസിൻ്റെ ഒരു പവർഫുൾ കമൻട്രിയാണ്. സോ ഇങ്ങനെ പോകുന്ന ആ ഒരു മൈഗ്രൻ്റ് വർക്കേഴ്സിന് ആ ഹ്യൂമൻ റൈറ്റ്സ് ഡിനേ ചെയ്യപ്പെടുകയാണ് എന്നാണ് ഈ ഒരു നോവലിൽ പറയുന്നത്.